ആൻഡ്രു മാഷെ ഞാൻ പരിചയപ്പെടുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലാണ്. ഞങ്ങളുടെ ഹയർ സെക്കൻഡറി സർവീസിൻ്റെ ഞാനൊക്കെ ചേർന്ന തുടക്കകാലത്ത് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ SRG ക്യാമ്പുകളിൽ വെച്ചിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ അധ്യാപകരെ, മലയാളം അധ്യാപകരെയൊക്കെ പരിചയപ്പെടുന്നത്. ആൻഡ്രു മാഷ്, സുരേഷ് സാറ്, പ്രകാശ് ബാബു മാഷ്, ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്, ജയകുമാർ സാറ്, ഇവരെയൊക്കെ പരിചയപ്പെടുന്നത് ഇത്തരം ഈ ക്യാമ്പുകളിൽ വെച്ചിട്ടാണ്. അന്ന് ആരംഭിച്ച സൗഹൃദമാണ്. പിന്നീട് ആൻഡ്രു മാഷ് വിളിച്ച് ഞാൻ ഒരു തവണ മറ്റത്ത് വരികയുണ്ടായി. ഒരു പരിപാടിയിൽ, ഒരു ചെറിയ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി ഒരു പരിപാടിക്ക് വരികയുണ്ടായി. അന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി കോവിലനെ വീട്ടിൽ ചെന്ന് കണ്ടു. കോവിലൻ ഭീഷ്മാചാര്യർ ശയശയനത്തിൽ കിടക്കുന്നത് പോലെ, ശരശയനത്തിൽ ഇങ്ങനെ കിടക്കുന്നത് പോലെ, ഭീഷ്മാചാര്യർ കിടക്കുന്നത് പോലെ കോവിലൻ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ? ആൻഡ്രു മാഷിന് ഓർമ്മ ഉണ്ടാവും. ആൻഡ്രു മാഷെ കൂട്ടിയാണ് ഞാൻ അദ്ദേഹത്തെ അന്ന് അവിടെ കാണാൻ വേണ്ടി ചെന്നത്. ഒരുപാട് സമയം അവിടെ സംസാരിച്ചിരുന്നു. ചക്ക വറുത്തത് ഒക്കെ തിന്നു, അതിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ ആൻഡ്രു മാഷുമായിട്ടുള്ള സൗഹൃദം എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല തുറക്കലുകളിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ പറയുക എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇവിടെ വരുമ്പോൾ. അങ്ങനെ സർവീസ് ജീവിതകാലത്തുടനീളം എഴുത്തിനും സാഹിത്യത്തിനും ഭാഷയ്ക്കും വേണ്ടിയൊക്കെയുള്ള ഒരു അധിക താല്പര്യം കാണിക്കുകയും കുട്ടികൾക്കിടയിൽ ഇടപെടുകയും ചെയ്തിട്ടുള്ളൊരു അധ്യാപകനാണ് ആൻഡ്രു മാഷ്. ഇതൊക്കെ പറയുക എന്ന് മാത്രമേ ഞാൻ ഇവിടെ വരുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാനൊരു വലിയ പ്രഭാഷകനൊന്നുമല്ല. പക്ഷേ അധ്യാപകൻ എന്നുള്ള നിലയിൽ പലതും ചെയ്യേണ്ടി വരും. അധ്യാപകൻ എന്നുള്ള നിലയിൽ ചിലപ്പോൾ പ്രസംഗിക്കേണ്ടി വരും. അതൊക്കെ അധ്യാപനത്തിൻ്റെ ചില നീട്ടലുകളാണ്. അല്ലെങ്കിൽ കവിത ചൊല്ലേണ്ടി വരും, പല സർക്കസുകളും കാണിക്കേണ്ടി വരും, അഭിനയിക്കേണ്ടി വരും ചിലപ്പോൾ. ഇതിൻ്റെയൊക്കെ ഒരു സമാഹാരമാണ് ഒരധ്യാപകൻ. ആൻഡ്രു മാഷും നല്ല പ്രഭാഷകനാണ്, എനിക്കറിയാം, നല്ല പ്രഭാഷകനാണ്. എല്ലാ അധ്യാപകർക്കും അത് ചെയ്യേണ്ടി വരും, അത്രയൊക്കെ ഉള്ളൂ. ഞാനൊരു ഇപ്പോൾ കൽപ്പറ്റ നാരായണനെ പോലെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ വരുന്ന ഡോക്ടർ PM അനിൽ മാഷെ പോലെ, അനിൽ മാഷെ പോലെ ഒന്നുള്ളൊരു പ്രഭാഷകനൊന്നുമല്ല. അപ്പോൾ കുറച്ച് കവിതകളൊക്കെ വെച്ച് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ സമയത്ത് കിട്ടിയൊരു അധിക ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ആൻഡ്രു മാഷയെ കുറിച്ച് ഒരു കാര്യം കൂടി പറയട്ടെ ഞാൻ. മലയാള ഭാഷയ്ക്ക് വേണ്ടി ഉള്ള, അപ്പം ഞാൻ മാഷെ ആദ്യം കണ്ടിട്ടുള്ള ഒരു സന്ദർഭം എന്ന് പറയുന്നത് 96-ലോ 97-ലോക്കെയാണ്. കേരള കരിക്കുലം ഫ്രെയിംവർക്ക് വന്ന സമയത്ത്, KCF വന്ന സമയത്ത്, അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് അതിൽ മലയാള ഭാഷാ പഠനത്തെ, പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി തലത്തിലെ മലയാള ഭാഷാ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ചില പരാമർശങ്ങൾ അന്നുണ്ടായിരുന്നു. ചില നിർദ്ദേശങ്ങൾ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അന്തരീക്ഷത്തിൽ എവിടെയൊക്കെയോ അത്തരം നിർദ്ദേശങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഓപ്ഷണലാക്കുകയും അതിലേതെങ്കിലും ഒരു ഭാഷ കുട്ടിക്ക് പഠിക്കാം, അങ്ങനെ എന്തോ ഒരു നിർദ്ദേശം വന്നതിലുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും സംസ്കൃതവും ഒക്കെ ഒരുമിച്ച് കുട്ടിയുടെ മുന്നിൽ ഒരു തിരഞ്ഞെടുക്കാവുന്ന ഭാഷ ആയിട്ട് വെച്ചാൽ സ്വാഭാവികമായും കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ ചരിത്രം അനുസരിച്ച് നമ്മുടെ കുട്ടി ഇംഗ്ലീഷേ എടുക്കുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിന് ശേഷം മലയാള പഠനം ശൂന്യതയിൽ പോയി ഇല്ലാതെയാവും. ഈ ഒരു അവസ്ഥ അന്ന് ആ കരിക്കുലം ഫ്രെയിംവർക്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതിനെതിരെ അന്ന് മലയാളത്തോട് താല്പര്യമുള്ള എല്ലാവരും ചേർന്ന് സഹകരിച്ചുകൊണ്ട് ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ കേരളം മുഴുവൻ ശ്രമം നടക്കുകയുണ്ടായി. ആ ശ്രമമാണ് പിന്നീട് മലയാള ഐക്യവേദി എന്നുള്ള പ്രസ്ഥാനത്തിലേക്കൊക്കെ വഴി തുറന്നത്. പിന്നീട് ആ ശ്രമത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആദ്യഘട്ടത്തിൽ നടന്ന ചർച്ചകളിലും മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവാദങ്ങളിലുമൊക്കെ മാഷ് വലിയൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്.
ഞാനിപ്പോൾ ഓർമ്മിച്ചത് വെറുതെ അല്ല, ഇതൊരു മലയാള മഹോത്സവത്തിൻ്റെ ഒരു ഭാഗം ആണ് ഇന്നത്തെ ഈ ചടങ്ങ്, ഈ ഒരു സെഷൻ എന്നതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. ആൻഡ്രു മാഷ് ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനവും ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനം തന്നെയാക്കി മാറ്റിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. പാഠഭാഗത്തിൻ്റെ 2ാം വർഷ +2 പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉള്ള ഒരു പ്രവർത്തനം സമൂഹത്തിലേക്ക് നീട്ടി തൃശ്ശൂർ ജില്ലയിലെ മലയാള അധ്യാപകർ, ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, വടക്കേ ഇന്ത്യയിലേക്ക്, ദുരിതബാധിതമായ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് കുട്ടികൾ വഴി വസ്ത്രങ്ങൾ സമാഹരിച്ച് അയക്കുന്ന ഒരു സംരംഭം നടത്തുകയുണ്ടായി. മാഷേ, ഏത് വർഷമായിരുന്നു അത്? 2007. അതെ, 2007. അതിന് നേതൃത്വം കൊടുത്ത തൃശ്ശൂർ ജില്ലയിലെ മലയാള അധ്യാപകരിൽ ഒരാൾ ആൻഡ്രു മാഷാണ്. അപ്പോൾ ഭാഷാപ്രവർത്തനവും അധ്യാപനവും സാമൂഹ്യ പ്രവർത്തനവും വ്യത്യസ്തമല്ല, ഇതൊന്നും വേറെ വേറെ കാര്യങ്ങളല്ല, ഇതൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു ബിന്ദുവാണ് എന്ന് നമുക്ക് കാണിച്ചു തന്ന അധ്യാപകനാണ് ആൻഡ്രു മാഷ്. എഴുത്തുകാരുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് വലിയൊരു സൗഹൃദ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. എത്രയോ എഴുത്തുകാരുമായിട്ടുള്ള പരിചയം അദ്ദേഹത്തിൻ്റെ, അടുപ്പമുണ്ട്. ആ നിലയിൽ മാഷ എഴുതുമെന്ന് ഞാൻ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. മാഷ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ മാഷയെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എങ്കിലും സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലയിലും അതിനെ സമൂഹമായി ബന്ധിപ്പിക്കുന്ന പണിയിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ളത് ഒട്ടും പ്രധാനപ്പെട്ട കാര്യമല്ല. കുറെ കൂടി തുറന്ന ഒരു മണ്ഡലം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇനി ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സിസ്റ്റം, ഇപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഒരു സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഒരുപാട് പരിമിതികൾക്കകത്താണ് ഏതൊരു അധ്യാപകനും അധ്യാപികയും നിൽക്കുന്നത്. ഒരുപാട് സിസ്റ്റം ഉണ്ടാക്കുന്ന കുറേ പരിമിതികളുണ്ട്, വേലിക്കെട്ടുകളുണ്ട്. ആ വേലിക്കെട്ടുകളൊക്കെ പൊളിച്ച് തകർത്ത് തൻ്റെ ഭാഷാ സ്നേഹവും തൻ്റെ മനുഷ്യസ്നേഹവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ആശംസിക്കാനുള്ളത്. ഞാൻ ഒരു കവിത ചൊല്ലാം. ഇത് ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് ഒരുപാട് പരിഭാഷകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഭാഷ ജി ശങ്കരക്കുറുപ്പിൻ്റെ പരിഭാഷയാണ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തെക്കുറിച്ച്, ആ ജീവിത സാരം എന്ത് എന്നതിനെക്കുറിച്ച് ടാഗോർ വളരെ മനോഹരമായിട്ട് ഈ ഗീതത്തിൽ എഴുതുന്നു. ഗീതാഞ്ജലിയിലെ 147ാമത്തെ ഗീതമാണിത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ടാഗോറിൻ്റെ ഈ ഗീതാഞ്ജലി ബംഗാളി ഭാഷയിൽ നിന്ന് നേരിട്ട് ആണ് ചില സുഹൃത്തുക്കളുടെയൊക്കെ സഹായത്തോടെ ശങ്കരക്കുറുപ്പ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഗീതാഞ്ജലി അല്ല ഇതിൻ്റെ അടിസ്ഥാനം. ഇംഗ്ലീഷിലെ ഗീതാഞ്ജലി നമുക്കറിയാം പ്രോസിലാണ്, ഗദ്യത്തിലാണ്. പക്ഷെ ടാഗോർ അത് മനോഹരമായിട്ടുള്ള പദ്യത്തിലാണ് പരിഭാഷപ്പെടുത്തിയത്. ബംഗാളി ഭാഷയിലെ ഗീതാഞ്ജലി പദ്യത്തിലാണ്. മീറ്ററിൽ കൃത്യമായിട്ടുള്ള വൃത്തബദ്ധമായിട്ടുള്ള കവിതകളാണ് ബംഗാളിയിലാണ്. മലയാളത്തിലും അതെ, ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഈ 147ാമത്തെ ഗീതം ജീവിതം എന്താണ്, ജീവിതത്തിൽ സഫലത എന്താണ്, ഒരുപക്ഷെ അങ്ങേയറ്റത്തോളം ഒന്ന് ഓടിച്ചെല്ലാൻ നമുക്ക് കഴിയണമെന്നില്ല. ചെറിയ കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ ചെറുത് വളരെ വലുതാണ് എന്ന് ടാഗോർ നമ്മളോട് പറയുന്നു. ഗീതാഞ്ജലി 147ാം ഗീതം. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൽ എൻ്റെ പൂജയെല്ലാം വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ, എന്നറിവു ഞാൻ. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൽ
എന്റെയാ പൂജയെല്ലാം വ്യർത്ഥമായില്ല എന്നറിവു ഞാൻ പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കു വറ്റിമാഞ്ഞാലും അവ മുഴുവൻ നഷ്ടമായില്ലെന്നറിവു ഞാൻ പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കു വറ്റിമാഞ്ഞാലും അവ മുഴുവൻ നഷ്ടമായില്ലെന്നറിവു ഞാൻ ജീവിതത്തിൽ പിന്നിലിട്ടു പോന്നതൊന്നുമൊന്നുമേ വിഫലമാവുകയില്ലെന്നറിവു ഞാൻ ജീവിതത്തിൽ പിന്നിലിട്ടു പോന്നതൊന്നുമൊന്നുമേ വിഫലമാവുകയില്ലെന്നറിവു ഞാൻ നിന്റെ വീണ കമ്പികളിൽ മീട്ടുകയാണൊക്കെയും എന്നനാഹതമാം അനാഗതകാല സംഗീതം ഒന്നുമൊന്നും വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ നിന്റെ വീണക്കമ്പികളിൽ മീട്ടുകയാണൊക്കെയും എന്നനാഹതമാം അനാഗതകാല സംഗീതം ഒന്നുമൊന്നും നഷ്ടമായില്ലെന്നറിവു ഞാൻ പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൽ എൻ്റെയാ പൂജയെല്ലാം വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. രാധാകൃഷ്ണൻ മാഷിന്റെ ഒരു കവിതയിൽ കവിത അവസാനിക്കുമ്പോൾ ഒരു തൻ്റെ കൂടെ ഒരുപാട് കാലം, ഞാൻ നേരത്തെ ആൻഡ്രു മാഷെക്കുറിച്ച് പറഞ്ഞതുപോലെ സഹയാത്രികനായ ഒരു സുഹൃത്തിന് സമർപ്പിച്ചുകൊണ്ട് എഴുതിയ കവിതയാണ്. ആ കവിതയുടെ ഒടുവിൽ ആ ജീവിതയാത്രയെക്കുറിച്ചും എന്താണ് ആ ജീവിതയാത്ര തനിക്ക് തന്നത് എന്നതിനെക്കുറിച്ചും ചുരുക്കി അതിൻ്റെ ഒരു സാരം മാത്രം 2 വരിയിൽ മാഷ് കുറുക്കി പറയുന്നുണ്ട് ആ കവിതയുടെ ഒടുവിൽ. അതിങ്ങനെയാണ്: പണ്ടത്തെ പുലരിയും കിളിക്കൊഞ്ചലും വെയിൽ കൊണ്ട് പൂത്തുലഞ്ഞിടും ദ്രുമരാജിയുമെല്ലാം ഒരു സ്വപ്നം പോൽ മിന്നിമറയാം. ഒരു സ്വപ്നം പോലെ എല്ലാം. 25 കൊല്ലം മാഷ് അധ്യാപകനായിട്ട് ജോലി ചെയ്തു ആൻഡ്രു മാഷ്. അതിനു മുമ്പ് ദീർഘകാലം, കുറേ കാലം സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മലയാളം പഠിപ്പിച്ചു. 25 കൊല്ലം ഒരു സ്കൂളിൽ തന്നെ അദ്ദേഹം 1/4 നൂറ്റാണ്ട് ജോലി ചെയ്തിട്ടാണ് ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. പണ്ടത്തെ പുലരിയും കിളിക്കൊഞ്ചലും വെയിൽ കൊണ്ട് പൂത്തുലഞ്ഞിടും ദ്രുമരാജിയുമെല്ലാം ഒരു സ്വപ്നം പോൽ മിന്നിമറയാം. എന്നാലും എൻ കരളിനിറമ്പിൽ നീ കലയായി തെളിയുന്നു. എല്ലാം ഒരു സ്വപ്നം പോൽ മിന്നിമറയാം. 25 കൊല്ലം ഒരു സ്വപ്നം പോലെ കുതിച്ചു പോകാം. എന്നാലും എൻ കരളിനിറമ്പിൽ നീ കലയായി തെളിയുന്നു.
എല്ലാം കലയായി തെളിയുന്ന, ജീവിതം കലയായി തെളിയുന്നൊരു ഇടമുണ്ട്. ജീവിതം മുഴുവൻ കലയായി ഇങ്ങനെ തെളിയുന്ന ഒരു 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 ഇടത്തെക്കുറിച്ച് മാഷ് ആ കവിത പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. രാധാകൃഷ്ണൻ കാക്കശ്ശേരി മാഷെ പോലെ ധാരാളം ജീവിതകാലം മുഴുവൻ കവിതകൾ എഴുതുകയും കവിയായി ജീവിക്കുകയും ഭാഷയ്ക്ക് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടും വേണ്ടത്ര അടയാളപ്പെടുത്തപ്പെടാതെ പോയ ഒരുപാട് കവികൾ മലയാളത്തിലുണ്ട്. 8-10 കവികൾ മാത്രം എഴുതിയുണ്ടാക്കിയ ഒരു ഭാഷയല്ല മലയാളത്തിൻ്റെത്. പലപ്പോഴും നമ്മൾ സാഹിത്യ ചരിത്രം പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കവികളുടെ പേര് പറയും, കുറച്ച് മനുഷ്യരുടെ പേരേ നമ്മൾ പറയുള്ളൂ. സത്യത്തിൽ അതല്ല ജീവിതം. നമുക്കറിയാം, ഏകജീവിതാനശ്വര ഗാനമാണ്. അതൊരു സംഘഗാനം തന്നെയാണ്. വലിയൊരു സംഘം, വൈലോപ്പള്ളിയുടെ കവിതയിലൊക്കെ ഉള്ളതുപോലെ വലിയൊരു സംഘം ഒരുമിച്ച് പാടുന്ന ഒരു ഏകജീവിതാനശ്വര ഗാനമാണത്. മലയാള ഭാഷ, മലയാളത്തിൻ്റെ കാവ്യഭാഷ ഇന്ന് കാണുന്ന രീതിയിലായത് കുറച്ച് വലിയ എഴുത്തുകാര്, വലിയ എന്നുള്ള അടിവരയിടണം. എഴുത്തുകാരെങ്ങനെയാണ് വലുതാവുന്നത്? തീർച്ചയായിട്ടും പ്രതിഭ കൊണ്ട് വലുതായവരുണ്ട്. പക്ഷെ അത് മാത്രമല്ല എന്ന് നമുക്കറിയാം. മറ്റു പല കാരണങ്ങളും അതിൽ ഉണ്ടാവും. ചിലപ്പോൾ സാമൂഹ്യമായ കാരണങ്ങളാവാം, രാഷ്ട്രീയമായ പല കാരണങ്ങളുണ്ടാവാം. തീർച്ചയായിട്ടും ഒന്നും വേണ്ട, ദീർഘകാലം പാഠപുസ്തകങ്ങളിൽ വന്നാൽ ചില കവികൾ പ്രശസ്തരാകും. അതുകൊണ്ട് മാത്രം കുറേ കാലമായിട്ട് തുടർച്ചയായിട്ട് പാഠപുസ്തകങ്ങളിൽ നിന്നാൽ ആ ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ ഒരു കവി അറിയപ്പെടും. ഈ അറിയപ്പെടുന്ന കവികൾക്ക് അപ്പുറത്ത് എത്രയോ മനുഷ്യർ എഴുതിയുണ്ടാക്കിയ ഭാഷയാണ് മലയാളം. അപ്പോൾ മലയാളത്തെ കുറിച്ച്, മലയാള കവിതയെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് കവികളെ ഒരു പ്രാതിനിധ്യം കൂടി ആവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. രാധാകൃഷ്ണൻ മാഷ് മുമ്പിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മാഷുടെ ഒരു കവിത ഇവിടെ ചൊല്ലാതെ കഴിയില്ല. സ്വപ്നാടനം എന്നാണ് ഈ കവിതയുടെ പേര്. സ്വപ്നാടനം. തോഴ നാം സായങ്കാല സന്ധ്യ തൻ നിശ്വാസങ്ങൾ വീണുറങ്ങിയിടും ഗ്രാമകുല്യ തന്നോരത്തൂടെ പറഞ്ഞും ചിരിച്ചും അന്യോന്യ വിസ്മയത്തോടെ അറിഞ്ഞും നിഴൽ പോലയുരുമ്മി നടന്ന നാൾ. തൊട്ടുവക്കത്തെ കൈതക്കെന്ത് പുന്നാരം, മുള്ളിൻ കൂട്ടിൽ നിന്നവൾ മഞ്ഞക്കതിരാൽ എതിരേൽക്കേ. പണ്ടത്തെ മാക്കത്തിൻ്റെ കഥയോർത്താവാം ഇതൾ ചുണ്ടിലൂറിടുന്നത് ഈ മൃദുവാം മന്ദസ്മിതം. തോഴ നാം സായങ്കാല സന്ധ്യ തൻ നിശ്വാസങ്ങൾ വീണുറങ്ങിയിടും ഗ്രാമകുല്യ തന്നോരത്തൂടെ പറഞ്ഞും ചിരിച്ചും അന്യോന്യ വിസ്മയത്തോടെ അറിഞ്ഞും നിഴൽ പോലയുരുമ്മി നടന്ന നാൾ. തൊട്ടുവക്കത്തെ കൈതക്കെന്ത് പുന്നാരം, മുള്ളിൻ കൂട്ടിൽ നിന്നവൾ മഞ്ഞക്കതിരാലെതിരേൽക്കേ. പണ്ടത്തെ മാക്കത്തിൻ്റെ കഥയോർത്താവാം ഇതൾ ചുണ്ടിലൂറിടുന്നത് ഈ മൃദുവാം മന്ദസ്മേരം. കുളക്കോഴി കൂന്ന മുളങ്കാടുകൾ കാറ്റിൻ തലപ്പിൽ ഊഞ്ഞാലാടി കിതപ്പാലുയിർവാടി ഇതൾ തുമ്പില സൂചി മുനയാൽ നിശബ്ദമാം ഇതൾ പൊന്തകൾ കീറി ഉന്നിദ്രം നിലക്കൊള്ളുകേ. പുഴയ്ക്കും കടവിന്നുമെന്ത് സൗഭാഗ്യം, ചുളിവിരിപ്പെന്നോണം മണ്ണിലുരുളും തെളിവെള്ളം. തുടുക്കെ കവിൾ കൊണ്ടും തുപ്പിയും ആഴങ്ങളിലുഴച്ചും കുളിർ കോരിത്തരിച്ചും നീലാകാശപ്പരപ്പിൽ നീളും ധ്രുവദീപ്തിയിൽ കരൾ നട്ടും ഗുണിച്ചും കിഴിച്ചും നാം കഴിച്ചു കളിമ്പത്തിൽ. കളിത്താമര വിടർത്തിയിടിനോരുഷക്കാലം ഒക്കെ ഓർമ്മയിൽ മങ്ങും ചിത്രമായി കാലത്തിൻ്റെ ഭിത്തിയിൽ നെടുവീർപ്പിലലിയുന്നത് കണ്ടേൻ. തോഴ
നാം മധ്യാഹ്നാർക്കദീപ്തിയിൽ പൊള്ളും മണൽക്കാടിലൂടുഴറി അങ്ങവശം നടകൊള്ളുകെ. പുഞ്ചിരിക്കുവാൻ, എതിരേൽക്കുവാൻ, ആശ്വാസത്തിൻ മുന്തിരിച്ചാറേകുവാൻ, കുളിർവെള്ളത്തിൻ ചാരു സംഗീതം പകരുവാൻ ഇല്ലൊരു വഴിക്കിണർ. എന്തൊരു വിപര്യം പാത തന്നോരങ്ങളിൽ. മുണ്ടിത ശീർഷം പോലെ പൊങ്ങി നിന്നീടും പൈപ്പിൻ ചുണ്ടിലൂടുയരുന്നു ചുടുനിശ്വാസം മാത്രം. പണ്ടത്തെ മാതങ്കിമാർ നടന്ന വഴികളിൽ കണ്ടുമുട്ടുന്നു നമ്മൾ യാന്ത്രിക പരിഷ്കൃതി. വറ്റിയ പുഴയുടെ മാറിലൂടെ ഉരുളുന്നു മുറ്റുമായവയുടെ ഭയദാഹങ്കാരങ്ങൾ. എന്തുമാറ്റമീ മുഖത്തിന് സൗന്ദര്യത്തിന്റെ ബന്ധുരരംഗങ്ങളിൽ വൈരൂപ്യം ഇഴയുന്നു. അല്ലെങ്കിൽ മുഖമെങ്ങ് ആ മരമൊന്തതൻ കിണർ കണ്ണുമാ ചുടുചോരത്തുടുനാക്കുമല്ലാതെ. അല്ലെങ്കിൽ മുഖമെങ്ങാ മരമൊന്തതൻ കിണർ കണ്ണും ആ ചുടുചോരത്തുടുനാക്കുമല്ലാതെ ഒന്നുമില്ല. എങ്ങും നീളും നഖത്തിൻ മുനകളിൽ നിന്ന് വേദന കൊള്ളൂ ജീവിത സൗഭാഗ്യങ്ങൾ. ഒക്കെയും ഓർക്കും തോറും കരളിലുടക്കുന്ന ചിത്രമായി അവ വിളറുന്നിതു കാണെ. തോഴ, നാം തമ്മിൽ കാണാത്ത കലങ്ങളിൽ വ്യഥാദൂനരായി സ്വയം കൃതാനർത്ഥത്തിൻ മുറിവുകളഴിച്ചും വീണ്ടും വീണ്ടും കെട്ടിയും ദൈന്യത്തിന്റെ കയത്തിൽ നെടുമോഹനിദ്രയിൽ ഇളവേൽക്കേ. പണ്ടത്തെ പുലരിയും കിളിക്കൊഞ്ചലും വെയിൽ കൊണ്ട് പൂത്തുലഞ്ഞിടും ദ്രുമരാജിയുമെല്ലാം ഒരു സ്വപ്നം പോൽ മിന്നിമറയാം. എന്നാലും എൻ കരളിഞ്ഞിറമ്പിൽ നീ കലയായി തെളിയുന്നു. കരളിഞ്ഞിറമ്പിൽ തൻ്റെ ഒപ്പം ജീവിച്ച, തൻ്റെ ഒപ്പം ചരിച്ച ചങ്ങാതി ഒരു കലയായി ഉയരുന്ന ആ നിമിഷത്തെക്കുറിച്ചാണ് മാഷ് ഈ കവിതയിൽ എഴുതുന്നത്. ഏതൊരു ജീവിതവും അങ്ങനെ തന്നെയാണ്. ഏതൊരു ജീവിതവും അതിൽ ഇപ്പോൾ സാഹിത്യത്തിൻ്റെ ചരിത്രമെടുത്ത വലിയ കവികൾ ഉണ്ടാവാം, ചെറിയ കവികൾ ഉണ്ടാവാം, ഒന്നോ രണ്ടോ കവിത മാത്രം എഴുതി മാഞ്ഞു പോയവരുണ്ടാവാം. ഒന്നും വെറുതെ അല്ല എന്ന് ടാഗോർ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ സമയത്ത് എനിക്ക് മറ്റൊരു കവിത വായിക്കാൻ തോന്നുന്നുണ്ട്. ഈ കവിത മരണത്തിൻ്റെ തോൽവി എന്നാണ് കവിതയുടെ പേര്. ഇത് കവിത വായിക്കാം. മുറിയിലൊരാൾ കേറി കാരിരുമ്പിന് തുല്യൻ, വിറകൊള്ളിക്കും മട്ടിൽ ഇങ്ങനെയുരക്കയായി. ഇരുണ്ടു സന്ധ്യാംബരം എന്റെ ചിന്തയിൽ പോലെ ഇളകി തമസ്സെങ്ങും മൂകത മാത്രം ചുറ്റും. മുറിയിലൊരാൾ കേറി കാരിരുമ്പിന് തുല്യൻ, വിറകൊള്ളിക്കും മട്ടിലിങ്ങനെ ഉരക്കയായി. എന്താ പറഞ്ഞേള്? മൃത്യുവാണു ഞാൻ, വേഗം പോരിക നീ എൻ കൂടെ. നിത്യനാശത്തിൻ കുഴിവെട്ടി മൂടും ഞാൻ നിന്നെ. പോരണം, അല്ലാതില്ല വേറൊരു രക്ഷാമാർഗം. ഭൈരവമായി പെട്ടെന്നാ മുഖം ശിലാക്രൂരം. ഇറങ്ങി നടന്നേൻ നിസ്സഹായൻ. മരണം വന്ന് വിളിച്ചു, ഞാൻ ഇറങ്ങിപ്പോയി, വേറൊന്നും ചെയ്യാൻ വഴിയില്ല. ഇറങ്ങി നടന്നേൻ നിസ്സഹായൻ. നിഴലായി പിറകെ മരണവും ലോകമേ വിട നൽകൂ. എൻ കരൾ തുടിപ്പ് ഞാൻ സമുദ്രത്തിന് നൽകി. കൺകൾ തൻ വെളിച്ചമോ സൂര്യചന്ദ്രന്മാർക്കേകി. ഭാവനയുടെ ശബളാഭ സന്ധ്യകൾക്കേകി. ജീവിതോന്മേഷം പൊട്ടിവിടരും പൂക്കൾക്കേകി. കണ്ണീരും നൈരാശ്യവും കൊഴിയും പൂക്കൾക്കേകി.
സുന്ദരാമലഗാനം കൊച്ചു കാട്ടാറിന്നേകി, ഉന്നത വിചിന്തകൾ കുന്നുകൾക്കേകി. ഈ മറ്റുള്ളതൊക്കെയും വീതിച്ച് എല്ലാവർക്കും കൊടുത്തപ്പോൾ നടുങ്ങിയിട്ടുര ചെയ്താൻ മരണം. ചതിച്ചല്ലോ മിടുക്കൻ എന്നെ പറ്റേ തോൽപ്പിച്ച് കളഞ്ഞല്ലോ. എൻ കരൽ തുടിപ്പ് ഞാൻ സമുദ്രത്തിന് നൽകി, കൺകൾ തൻ വെളിച്ചമോ സൂര്യചന്ദ്രന്മാർക്കേകി. ഭാവനയുടെ ശബളാഭ സന്ധ്യകൾക്കേകി, ജീവിതോന്മേഷം പൊട്ടിവിടരും പൂക്കൾക്കേകി. കണ്ണീരും നൈരാശ്യവും കൊഴിയും പൂക്കൾക്കേകി. സുന്ദരാമലഗാനം കൊച്ചു കാട്ടാറിന്നേകി, ഉന്നത വിചിന്തകൾ കുന്നുകൾക്കേകി. ഈ മറ്റുള്ളതൊക്കെയും വീതിച്ച് എല്ലാവർക്കും കൊടുത്തപ്പോൾ നടുങ്ങിയിട്ടുര ചെയ്താൻ മരണം. ചതിച്ചല്ലോ മിടുക്കൻ എന്നെ പറ്റേ തോൽപ്പിച്ച് കളഞ്ഞല്ലോ. മരണത്തെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളതാണ്. മരണത്തിൻ്റെ തോൽവി എന്നാണ് കവിതയുടെ പേര് തന്നെ. മരണത്തെ തോൽപ്പിക്കാൻ ഒറ്റ വഴിയുള്ളൂ, തനിക്കുള്ളതൊക്കെ വീതിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ ഈ മനുഷ്യൻ മരിച്ചു പോകുന്ന സമയത്ത് തനിക്ക് എന്തൊക്കെ ഉണ്ടോ, തൻ്റെ ഭാവനയും തൻ്റെ എല്ലാം, തൻ്റെ ചിന്തകളും എല്ലാം വീതിച്ച് കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക്. അതോടെ മരണം തോറ്റു എന്നാണ്. ഇതെഴുതിയ കവി 25-ാം വയസ്സിൽ മരിച്ചു പോയിട്ടോ. ഇതെഴുതി, ഈ കവിത എഴുതി, മരണത്തിൻ്റെ തോൽവി എന്നുള്ള കവിത എഴുതി അധികകാലം അദ്ദേഹം പിന്നെ ജീവിച്ചിരുന്നില്ല. 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം മലയാളത്തോട് യാത്ര പറഞ്ഞു. സുധാകരൻ തേലക്കാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മരിച്ചത് 1965. അപ്പം ഈ കവിതയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എഴുതി തുടങ്ങുന്ന ഒരാളെ എഴുതിയ കവിതയാണ്. ഒരു തുടക്കക്കാരൻ. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മലയാളത്തിലെ വലിയൊരു കവിയാകുമായിരുന്നു. തുടക്കക്കാരെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അപ്പൊ ഈ കവിത തന്നെ മലയാള കവിത പരിചയമുള്ളവർക്ക് മനസ്സിലാവും, ഈ കവിത ഒരു അനുകരണ കവിതയാണ്. ഇതിന്റെ ഫോം ഉണ്ടല്ലോ, ഇതിന്റെ രൂപം, അത് ഈ ചെറുപ്പക്കാരൻ മലയാളത്തിലെ പ്രശസ്തമായ ഒരു കവിതയിൽ നിന്ന് പകർത്തിയതാണ്. മഹാകവി വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട്, മരണം കനിഞ്ഞോതി എന്ന് പറഞ്ഞിട്ടൊരു കവിത. അതില് മരിക്കുന്ന സമയത്ത് മരണം വന്ന് വിളിക്കുകയാണ്. മരണം വന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി പോകുന്നു. എന്നിട്ട് മരണത്തെ തോൽപ്പിക്കുകയാണ്. മരണത്തിന്റെ തോൽവി തന്നെയാണ്, പക്ഷെ തോൽപ്പിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. തോൽപ്പിക്കുന്ന രീതി, മരണം വന്ന് വിളിച്ചു, ഞാൻ ഇറങ്ങിപ്പോയി മരണത്തിന്റെ കൂടെ, പക്ഷെ മരണം അറിയാതെ ഞാൻ ഒരു സൂത്രം ഒപ്പിച്ചു എന്നാ പറയുന്നത്. വൈലോപ്പിള്ളി പറയുന്നു, മരണം അറിയാതെ ഒരു സൂത്രം ഞാൻ ഒപ്പിച്ചു. എൻ്റെ ആദ്യ പ്രേമത്തിലെ നായികയുടെ ഓർമ്മ ഞാൻ കൂടെ എടുത്തു, മരണം അറിയാതെ. എന്നിട്ട് അതിങ്ങനെ അപ്പോ അത് വെറ്റിലത്തരി പോലെ ഞാനത് നുണയവേ, ചുറ്റിലും മഞ്ഞത്ത് ഒരു മാമ്പൂവിൻ മണം ചിന്നി. എൻ്റെ നടത്തം പതുക്കെയായി. ആദ്യ പ്രേമത്തിലെ നായികയുടെ ഓർമ്മയിൽ മുഴുകി ഇങ്ങനെ നടന്നപ്പോ എൻ ഗതി അനുഭൂതി ലാലസ അലസമായോ. എന്തിത് ചതിച്ചോ നീ, പിന്തിരിഞ്ഞോ നീ മൃത്യു. മരണം നോക്കുമ്പോ താൻ പിടിച്ചിറക്കി കൊണ്ടുവന്ന ഈ മനുഷ്യര് ജീവൻ ഇപ്പോഴും. നിൻ കവിൾ തുടുക്കുന്നു, നിൻ മിഴി തിളങ്ങുന്നു, നിൻ കരൾ മിടിക്കുന്നു, നീ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ മരണം വരെ ജീവിതത്തിലേക്ക് എന്നെ വലിച്ചെറിയാണ്. കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, അറിയപ്പെട്ടീല എൻ്റെ രഹസ്യം, പക്ഷേ പാരിലെറിയപ്പെട്ടേൻ വീണ്ടും ഏകാന്ത ജന്മം നീട്ടാൻ. ഈ കവിത ഒരു പക്ഷേ കൗമാരപ്രായക്കാരനായ സുധാകരനെ ബാധിച്ചിട്ടുണ്ടാവണം. ആ കവിതയാൽ സ്വാധീനിക്കപ്പെട്ട് ബാധിക്കപ്പെട്ട് തന്നെയാണ് സുധാകരൻ തേലക്കാട് ഞാൻ നേരത്തെ ചൊല്ലി ആ മരണത്തിൻ്റെ തോൽവി എന്നുള്ള കവിത എഴുതിയത്. പക്ഷെ അനുകരണം ഒട്ടും മോശമല്ല. അതാ ഞാൻ പറഞ്ഞത്, ടാഗോർ എഴുതിയ തുടക്കത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഒന്നും വെറുതെ ആവുന്നില്ല, പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൽ എൻ്റെ ആ പൂജയെല്ലാം വ്യർത്ഥമായില്ല അല്ലേ എന്നറിവൂ ഞാൻ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റുമാഷ്
നീണ്ട 25 കൊല്ലം നീണ്ട അധ്യാപക ജീവിതം തൽക്കാലം ഇവിടെ ഈ അതിരുകളൊന്ന് പൊളിച്ചു മാറ്റി പൊതുസമൂഹത്തിലേക്ക് നീട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രവർത്തനങ്ങൾ വ്യവസ്ഥയുടെ സിസ്റ്റത്തിൻ്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് പടരുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല, എല്ലാ നിലയ്ക്കുള്ള മാനുഷികമായ ഇടപെടലുകളുടെ മേഖല അതിരുകളില്ലാത്ത ഒരു ലോകത്തേക്ക് മാറുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ അദ്ദേഹം ഭാഷയ്ക്ക് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പൊതുസമൂഹത്തിനും വേണ്ടിയും ചെയ്തിട്ടുള്ള ഇടപെടലുകളുടെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.